ഹായ് ഫ്രണ്ട്സ്, പത്തനംതിട്ടയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാളവിക എത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു പുരോഗതിയും ഉണ്ടാവുന്നില്ല. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അല്ല മാളവിക, എന്തെങ്കിലും പുരോഗതി, എന്തെങ്കിലും കാര്യങ്ങൾ നിനക്ക് ഡേവിഡിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞു? അപ്പോൾ മാളവിക പറയുന്നുണ്ട്, ഇല്ല സർ, ഞാൻ എൻ്റെ കഴിവിൽ പരമാവധി ശ്രമിക്കുന്നുണ്ട്, എന്നാൽ അദ്ദേഹം ഒന്നും വിട്ടു പറയുന്നില്ല. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, ഞാൻ ജഗദീഷ് സിംഗായി വീണ്ടും അവതരിക്കണോ എന്ന്. അപ്പോൾ മാളവിക പറയുന്നുണ്ട്, തൽക്കാലം വേണ്ട സാർ, ഞാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്, അത് സക്സസ് ആവുകയാണെങ്കിൽ എല്ലാം ഓക്കെ, ഇല്ല എങ്കിൽ വീണ്ടും സാർ അവതരിക്കേണ്ടി വരും. ആദർശ് അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ മാളവിക അതിപ്പോൾ എന്തായാലും ഞാൻ പറയുന്നില്ല സാർ, എന്തായാലും അത് സക്സസ് ആവുകയാണെങ്കിൽ സകലമായ എല്ലാ തെളിവുകളോടും കൂടി സാറിൻ്റെ ശത്രുക്കളെയും തിരിച്ചറിഞ്ഞ് ഞാൻ സാറിൻ്റെ അടുക്കി എത്തും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം മാളവിക ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മാളവിക വിളിക്കുന്നത് ഡേവിഡിനെയാണ്. ഡേവിഡിനെ വിളിച്ചിട്ട്, സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, അതിനെന്താ മാളവിക, ഞാനിപ്പോൾ ഗസ്റ്റ് ഹൗസിലാണുള്ളത്, താൻ അങ്ങോട്ടേക്ക് വായോ. അങ്ങനെ മാളവിക ഡേവിഡിൻ്റെ അടുക്കിലേക്ക് ഗസ്റ്റ് ഹൗസിൽ ചെല്ലുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് മാളവിക ഡേവിഡിനോട് പറയുന്നുണ്ട്, സാറിനെ കണ്ട അന്ന് തൊട്ട് ഒരു കാര്യം എനിക്ക് സാറിനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, അല്ല എന്താ മാളവിക, എന്താണെങ്കിലും താൻ എന്നോട് തുറന്നു പറഞ്ഞോളൂ. അത് പിന്നെ മറ്റൊന്നുമല്ല സാർ, എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ അച്ഛൻ എനിക്ക് നഷ്ടപ്പെട്ടതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരച്ഛൻ്റെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതെല്ലാം ഞാനിപ്പോൾ അറിയുകയും ഒക്കെ ചെയ്യുന്നത് സാറിലൂടെയാണ്. ഓരോ കാര്യത്തിലും സാറിനെ ശാസിക്കുന്നതും എടുക്കുന്നതും നല്ല അഭിപ്രായങ്ങൾ പറയുന്നതും ഒക്കെയാണ് എനിക്ക് അതിനുള്ളൊരു ഇതായിട്ട് തോന്നുന്നത്. സാറിൻ്റെ പ്രവൃത്തി ഓരോന്നും കാണുമ്പോൾ എനിക്കെൻ്റെ അച്ഛനെ പോലെയാണ് തോന്നാറ് എന്നൊക്കെ പറഞ്ഞ് മാളവിക ഇമോഷണലായിട്ട് തന്നെ ഡേവിഡിനെ ടച്ച് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഡേവിഡിനും ഒരു ഫീലൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഡേവിഡ് തനിയെയാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മാളവിക നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡേവിഡ് പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയും മക്കളും എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ആ മക്കൾ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെയാണ് അവർ പോയത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ല. അവരിപ്പോൾ വലുതായി കാണും, എന്നാൽ അവർ എന്നെ സോഷ്യൽ മീഡിയയിൽ പോലും ഒന്ന് പിന്തുടരാനായിട്ട് എൻ്റെ ഭാര്യ അവരെ സമ്മതിക്കില്ല. അപ്പോൾ മാളവിക ചോദിക്കുന്നുണ്ട്, ആഹാ, അതിനു വേണ്ടി വലിയ എന്ത് പ്രശ്നമാണ് സാർ നിങ്ങൾ തമ്മിലുള്ളത്? അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും എൻ്റെ തെറ്റുകൊണ്ട് തന്നെയാണ് എനിക്ക് എൻ്റെ ഫാമിലി നഷ്ടമായത്. ഈ ഒരു അവസരം മനസ്സിലാക്കി മാളവിക പറയുകയാണ്, സാർ എന്തുകൊണ്ടും വിഷമിക്കേണ്ട, ഇനി സാറിൻ്റെ മകളുടെ സ്ഥാനത്ത് ഞാനുണ്ടാകും. ഇത് കേൾക്കുമ്പോഴത്തേക്കിനും ഡേവിഡിന് മാളവിക ചെറിയ വിശ്വാസമൊക്കെ തോന്നുകയാണ്. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇമോഷണലി ഡേവിഡിനെ കയ്യിലെടുക്കുകയാണ് മാളവിക. അങ്ങനെ ഓരോന്നും സംസാരിക്കുന്ന കൂട്ടത്തിൽ പുതിയ ഡിസൈനിൻ്റെ കാര്യത്തെപ്പറ്റിയും അതേപോലെ ഇനി കമ്പനിയിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഒക്കെ ഡേവിഡ് സംസാരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് മാളവിക ഡേവിഡിനോട് ചോദിക്കുന്നുണ്ട്, അല്ല, ഇത്രയൊക്കെ ആയിട്ടും സാർ ഇതുവരെ ഈ കമ്പനിയുടെ യഥാർത്ഥ ഓണർ സാറൊക്കെയാണ് എന്നെ പരിചയപ്പെടുത്തി തന്നിട്ടേ ഇല്ല. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, ഓ സോറി, എന്തായാലും അതെനിക്ക് തന്നോട് പറയാൻ പറ്റില്ല. അതെന്താണെന്നുള്ള കാര്യം, അവരാരാണെന്നുള്ള കാര്യമോ ആരോടും പറയരുത് എന്നുള്ള കർശനമായൊരു നിർദ്ദേശം എനിക്കുണ്ട്. ഞാനുമായിട്ട് മാത്രമേ അദ്ദേഹം കോണ്ടാക്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ മാളവിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അപ്പോൾ ആദർശേട്ടൻ കാത്തിരിക്കുന്ന ആ ശത്രു അത് അയാൾ തന്നെയാണ്. അപ്പോൾ ഡേവിഡ് വീണ്ടും പറയുന്നുണ്ട്, എല്ലാവർക്കും ഇവിടെയുള്ള സ്റ്റാഫുകൾക്കെല്ലാം അങ്ങനെ ഒരാളെ ഉള്ളതായിട്ട് പോലും അറിയില്ല. എന്തായാലും താൻ ഇത്രയധികം ക്ലോസ് ആയ സ്ഥിതിക്ക് ഫോണിലൂടെ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൗണ്ട് മാത്രം ഒന്ന് കേൾപ്പിച്ചു തരാം. അങ്ങനെ ഡേവിഡ് നാഗേന്ദ്രനെ വിളിക്കുന്നുണ്ട്. വിളിച്ചതിന് ശേഷം പറയുന്നുണ്ട്, സർ, മാളവിക എത്തിയിട്ടുണ്ട്, പുതിയ ഡിസൈൻസുമായിട്ടാണ് ആ കുട്ടി വന്നത്. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഓ റിയലി, ശരിക്കും മാളവിക എത്തിയോ? ആ കുട്ടി വരയ്ക്കുന്ന ഓരോ ഡിസൈൻസും ഒന്നിനൊന്ന് വെറൈറ്റിയാണ്, ഓരോന്നും അതിൻ്റേതായ ഭംഗി നിലനിർത്തുന്നുണ്ട്. ഇതൊക്കെ സ്പീക്കറിലിട്ട് മാളവികയും കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മാളവിക മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ, എന്തായാലും ഈ ഡിസൈൻസൊക്കെ മൂർത്തി ജ്വല്ലറിയിലെ തന്നെ നയനമേടം വരച്ചതാണെന്ന് ഈ മണ്ടന്മാർക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ മാളവിക മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് മാത്രമല്ല മാളവിക വരച്ച ഡിസൈൻസൊക്കെ ഇഷ്ടപ്പെട്ടത്, അവന്തിക മോൾക്കും അത് നന്നായി ഇഷ്ടപ്പെട്ടു. അവൾ സെലക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് മാളവികയ്ക്ക് ഈ കമ്പനിയിൽ നമ്മൾ ജോലി കൊടുത്തത്. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ടായതിനു ശേഷം മാളവിക ചോദിക്കുന്നുണ്ട് ഡേവിഡിനോട്, അല്ല സർ, ആരാണ് ഈ അവന്തിക? അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, അത് പിന്നെ നമ്മുടെ ഓണർ സാറിൻ്റെ മകളാണ്. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയാണ് ഈ കമ്പനിയുടെ ഓണർ.
അത് മാത്രമല്ല സാറിനൊരു മകൻ കൂടിയുണ്ട്. താമസിയാതെ തന്നെ ഈ ഹോട്ടൽ ജ്വല്ലറിയുടെ മാനേജറായിട്ട് സാറിൻ്റെ മകനും ചാർജ് എടുക്കും. പുതുതായിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന നമ്മുടെ ഷോറൂമിലെ തിരുവനന്തപുരത്തെ അവിടുത്തെ മാനേജറായിട്ടായിരിക്കും അഭി ചാർജ് എടുക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ മാളവിക ചോദിക്കുന്നുണ്ട്, അഭിയോ? സാറിൻ്റെ മകൻ്റെ പേര് അഭി എന്നാണോ? പെട്ടെന്ന് ഡേവിഡ് ഉരുണ്ട് കളിക്കുന്നുണ്ട്. അഭിയോ? ഞാൻ അങ്ങനെ ഒരു പേര് പറഞ്ഞോ? ഞാൻ ഓർക്കുന്നില്ലല്ലോ. സാറിൻ്റെ മകനാണ് പുതിയ ജ്വല്ലറിയിലെ മാനേജറായിട്ട് ചാർജ് എടുക്കാൻ പോകുന്നതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. തനിക്ക് കേട്ടതായിരിക്കും. താൻ വേറെന്തോ ചിന്തിച്ചിരിക്കുവാണെന്ന് തോന്നുന്നു. അതാണ് ഞാൻ പറയാതെ വാക്കുകളും പേരുകളും ഒക്കെ തനിക്ക് കേൾക്കുന്നത്. ഈ ഉരുണ്ടുകൾ കണ്ടതോടുകൂടി മാളവികയ്ക്ക് കാര്യം മനസ്സിലായി. അഭി തന്നെയാണ് പുതിയ ജ്വല്ലറിയിലെ മാനേജറെന്ന്. മാളവിക ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഈ അഭി എന്ന് പറഞ്ഞത് മൂർത്തി ജ്വല്ലറിയിലെ അഭിയെ തന്നെയാണോ അതോ മറ്റേതെങ്കിലും അഭിയാണോ? ഇനി ഈ അഭി എന്ന് പറയുന്നത് ഈ എക്സിൻ്റെ ഓണർ തന്നെ മകൻ തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ മാളവിക ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് മാളവിക ഡേവിഡിനോട് യാത്രയും പറഞ്ഞു പോവുകയാണ്. പോയ വഴിക്ക് തന്നെ ആദർശിനെ മാളവിക വിളിക്കുന്നുണ്ട്. വിളിച്ച് അവിടെ ഉണ്ടായ കാര്യങ്ങളെപ്പറ്റി എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, ശരിക്കും നീ അഭിന്ന് തന്നെയാണോ കേട്ടത് അതോ മറ്റെന്തെങ്കിലും പേരാണോ? അതെ സാർ, അഭിന്ന് തന്നെയാണ് ഞാൻ കേട്ടത്. പക്ഷേ അത് മൂർത്തി ജ്വല്ലറിയിലെ അഭിയാണോന്ന് എനിക്കറിയില്ല. അതെനിക്ക് ഒരു ഉറപ്പുമില്ല. എന്തായാലും എന്നോട് ഫോണിൽ സംസാരിച്ച ആൾക്ക് ഒരു മധ്യവയസ്കൻ്റെ സൗണ്ട് പോലെയാണ് തോന്നിയത്. അധികം പ്രായമൊന്നും കാണാൻ ചാൻസ് ഇല്ല. അത് മാത്രമല്ല ഈ ഓണർക്ക് ഒരു മകനും മകളുമാണ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ മകളിലാണ് എൻ്റെ ഡിസൈൻസൊക്കെ കണ്ട് ഓക്കെ പറഞ്ഞത്. അതുപോലെ തിരുവനന്തപുരത്ത് പുതിയ ഓപ്പൺ ചെയ്യുന്ന ഷോറൂമിലെ മാനേജറായിട്ടാണ് ഈ മകനെ ചാർജ് എടുക്കാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും അധികം വൈകാതെ തന്നെ ആ ഷോറൂമിൻ്റെ ഉദ്ഘാടനം കാണും. 1-ാം തീയതി ഉദ്ഘാടനം ചെയ്യാമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അവിടെ മാനേജറായിട്ട് ജോയിൻ ചെയ്യുന്ന ആരാണോ അയാളെ എനിക്കും കാണാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും അനന്തപുരിയിലെ അഭിയാണോ അതോ മറ്റേതെങ്കിലും അഭിയാണോ എന്ന്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ശരി മാളവിക, ഇത്രയും നല്ല തെളിവുകൾ സംഘടിപ്പിച്ച് തന്നതിന് എന്തായാലും നമുക്കിതുമായിട്ട് മുന്നോട്ട് പോകാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഡേവിഡിനെ കൈയിലാക്കി തെളിവുകളെല്ലാം ശേഖരിക്കുക എന്നുള്ള മാളവികയുടെ ഉദ്ദേശം നന്നായി വിജയിച്ചു. അതോടുകൂടി തന്നെ പല വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഈ കമ്പനിയുടെ ഓണർ ആരാണെന്നും അവന്തികയുടെയും നാഗേന്ദ്രനും ആയിട്ടുള്ള വീഡിയോസൊക്കെ മാളവിക കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ജ്വല്ലറിയുടെ തിരുവനന്തപുരം ഷോറൂമിൻ്റെ ഉദ്ഘാടനം ആവുകയാണ്. ആ സമയത്ത് തന്നെ അനന്തപുരിയിൽ അഭി ജോലിക്ക് പോകുന്നതിനെ ചൊല്ലിയുള്ള സംഘർഷങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. നവ്യ അഭിക്ക് വേണ്ടി വളരെ നന്നായി തന്നെ വാദിക്കുന്നുണ്ട് എല്ലാവരുടെയും മുമ്പിൽ. മൂർത്തി ജ്വല്ലറിയിൽ അവനൊരു ജോലി നിങ്ങളാരും കൊടുക്കില്ല. അങ്ങനെയുള്ളപ്പോൾ ജ്വല്ലറിക്കാർ ജോലി തരാമെന്ന് പറഞ്ഞ് അവനെ വിളിക്കുമ്പോൾ എന്തുകൊണ്ട് ജോലിക്ക് പോകാതിരിക്കണം? നിങ്ങളെപ്പോലെയൊന്നും ആപ്പയുപ്പി ഒരു സ്റ്റാഫായിട്ട് പോലുമോ നിങ്ങളാരും അഭിയെ ഇവിടെ ജോലിക്ക് നിർത്തിയില്ല. എന്നാൽ അവിടെ പുതുതായിട്ട് തുടങ്ങുന്ന ഷോറൂമിൻ്റെ മാനേജറായിട്ടാണ് അവനെ ക്ഷണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരൊക്കെ എതിർത്താലും ഞങ്ങൾക്കും ഞങ്ങളുടെ മകനും വേണ്ടി അഭി ജോലിക്ക് പോവുക തന്നെ ചെയ്യും എന്നൊക്കെ നവ്യ വാശിയോടുകൂടി പറയുന്നുണ്ട്. ഈ സംഭവം ആദർശിൻ്റെ ചെവിയിലും എത്തുന്നുണ്ട്. അനിയാണ് ഇക്കാര്യങ്ങളൊക്കെ വിളിച്ച് ആദർശിനെ അറിയിക്കുന്നത്. ജ്വല്ലറിയുടെ പുതിയ ഷോറൂം ഉദ്ഘാടനം ആണെന്നും അതിലേക്ക് മാനേജറായിട്ട് അഭി പോയി എന്നും ഒക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ ആദർശിന് കാര്യങ്ങളൊക്കെ ഏകദേശം പൂർണ്ണമായും മനസ്സിലാവുന്നുണ്ട്. അഭിയുടെയും അതേപോലെ അവന്തികയുടെയും അച്ഛനാണ് നാഗേന്ദ്രനെന്നും അവരുടെയാണ് ഈ ജ്വല്ലറിയെന്നും ആദർശിന് മനസ്സിലാകുകയാണ്. ഇത്രയും നാളും കൂടെ നിന്ന് അവന്തിക ചതിക്കുമായിരുന്നു എന്നും കൂടെ ആദർശിനും ബോധ്യപ്പെട്ടു. അങ്ങനെ അതിൻ്റെ ഓണർ ആരാന്നുള്ളതിനുള്ള എല്ലാ സകലമാന തെളിവുകളും ആദർശിൻ്റെ കിട്ടുകയാണ്. അതുകൂടാതെ കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന വഴിയും അതിൻ്റെ ഉറവിടവും നന്ദു തേടി കണ്ടുപിടിച്ച് ആദർശിനെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ ഡേവിഡിനെയും നാഗേന്ദ്രനെയും നന്ദു പൂട്ടുകയാണ്. അതുപോലുള്ള കാര്യങ്ങളാണ് കുറ്റകൃത്യങ്ങളുടെ ചാർജുമാണ് നന്ദു രേഖപ്പെടുത്തിയത്. ഇതോടുകൂടി നാഗേന്ദ്രനെയും ഡേവിഡിനെയും നന്ദു അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ അനന്തപുരിയെ ചതിച്ച് മൂർത്തി ജ്വല്ലറിയും ചതിച്ച് എല്ലാ കാര്യങ്ങളും ചോർത്തി കൊടുത്തിരുന്ന അവന്തികയുടെ തനി സ്വരൂപവും ആദർശം തുറന്നു കാട്ടുകയാണ്.
ഈ സംഭവത്തോടു കൂടി അവന്തികയുമായുള്ള വിവാഹത്തിൽ നിന്ന് നവീനും അതുപോലെ നവീൻ്റെ മുത്തശ്ശനും എല്ലാം പിന്മാറുകയാണ്. ആദ്യം തൊട്ടേ നവീന് ഈ ബന്ധത്തിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. നവീൻ്റെ അമ്മയും മുത്തശ്ശനോട് നിർബന്ധിച്ചതുകൊണ്ടാണ് നവീൻ ഇതിന് താല്പര്യം പ്രകടിപ്പിച്ചത്. എന്നാൽ ഈ ഒരു സംഭവത്തോടു കൂടി നവീൻ്റെ മുത്തശ്ശൻ തന്നെ മൂർത്തി മുത്തശ്ശനെ വിളിച്ച് ഇങ്ങനെയൊരു ബന്ധം വേണ്ടെന്നും അവളും ഞങ്ങളുടെ കുടുംബവും ഇങ്ങനെയൊരു സ്വഭാവമുള്ള കുട്ടിയല്ല, ഒരിക്കലും ഞങ്ങളുടെ വീട്ടിലേക്ക് വരേണ്ടതെന്നൊക്കെ നവീൻ്റെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ ആ വിവാഹാലോചനയും അവിടെ കൊണ്ട് മുടങ്ങുകയാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയ മൂർത്തി മുത്തശ്ശൻ ആദർശിനെയും നയനെയും തിരികെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. സന്തോഷത്തോടു കൂടി വിജയശ്രീ ലാളിതനായി അനന്തപുരിയിലേക്ക് തിരികെ വരികയാണ് ആദർശ്. അതുമാത്രവുമല്ല, അഭി ചന്തുമോളുടെ അച്ഛനാണെന്നുള്ള സത്യം നവ്യയെ അറിയുകയാണ്. നവ്യയ്ക്കും ഒരുപാട് പശ്ചാത്താപം തോന്നുകയും ആദർശിനോട് ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആദ്യമൊന്നും നവ്യ ഇതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലും പല കാര്യങ്ങളും ചേർത്ത് വായിച്ച് നോക്കിയപ്പോൾ നവ്യയ്ക്ക് ഇതെല്ലാം മനസ്സിലാവുകയും അതോടുകൂടി നവ്യ ആദർശിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നുണ്ട്. സത്യങ്ങളൊക്കെ നവ്യ മനസ്സിലാക്കിയതോടുകൂടി മുത്തശ്ശന് അഭിക്കും അവന്തികയ്ക്കും ജലജയ്ക്കും ഒക്കെ പിടിച്ചു നിൽക്കാനുള്ള ഒരു പിടിവള്ളി കൂടി പോവും. അതോടുകൂടി അനന്തപുരിയിൽ നിന്നും മൂർത്തി ജ്വല്ലറിയിൽ നിന്നും എല്ലാത്തിൽ നിന്നും ജലജയും അതേപോലെ അഭിയും അവന്തികയും ഇറങ്ങേണ്ടി വരികയാണ്. അവരെ മുത്തശ്ശൻ വീട് വിട്ട് ആട്ടിയിറക്കുകയാണ്. അങ്ങനെ ഇറക്കി വിട്ടെങ്കിലും സാധാരണ രീതിയിൽ അനന്തപുരിയിൽ നിന്ന് പോകുന്നവർക്കും ഒരു ഷെയർ കൊടുത്തു വിടാറുണ്ട്. എന്നാൽ അഭിക്കും ജലജയ്ക്കും ഒന്നും അങ്ങനെ ഒരു ഷെയറിന് പോലും അർഹരല്ല എന്നും ഇനി മേലാൽ അനന്തപുരിയിലേക്ക് കടന്നു വരരുതെന്നും പറഞ്ഞ് ഇത്രയും നാളും ചെയ്തു കൂട്ടിയ പാപത്തിനെല്ലാം ശിക്ഷയായി ഒരു രൂപ കൊണ്ട് പോലും സഹായം കിട്ടാതെ അവരവിടെ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. ഇത്രയും കാലം ആദർശേട്ടനെ കുത്തി നോവിച്ച് താനൊരു മഹാപാപിയാണെന്നും മറ്റൊരാൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത ആദർശനേട്ടനെയും നയനെയും ഞാൻ എന്തെല്ലാമാണ് പറഞ്ഞതെന്നും ഒക്കെ നവ്യ പശ്ചാത്താപം കൊണ്ട് വിളിച്ച് പറയുകയാണ്. എല്ലാവരും എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും ആരും എന്നോടൊന്നും പറഞ്ഞില്ല. ഇതൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ആദർശേട്ടനെ കുറ്റപ്പെടുത്തില്ലായിരുന്നു, ഒരിക്കലും അഭിയെ സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. എല്ലാവരുടെ മുന്നിൽ ഒരു കോമാളിയായി ഞാൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ നയനയും ആദർശവും കൂടെ നവ്യനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അവരോട് മാപ്പ് കൊടുക്കുന്നുണ്ട്. ഇനിയെങ്കിലും ഒരിക്കലും അവിയെ ചേച്ചി വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചതിയനെ സ്നേഹിച്ചതിൻ്റെ പേരിലും അവൻ്റെ കൂടെ ജീവിച്ചതിൻ്റെ പേരിലും ജീവിതകാലം മൊത്തം താൻ ഇരുട്ടിലായിരിക്കുമോ എന്ന് ഭയന്ന നവ്യയ്ക്ക് മുത്തശ്ശൻ അതിനുള്ള വഴി തുറന്നു കാട്ടുന്നുണ്ട്. എത്ര കാലം വേണമെങ്കിലും എത്ര വർഷങ്ങളിൽ വേണമെങ്കിലും ഇവിടെ നിനക്ക് കുഞ്ഞിന് സന്തോഷത്തോടു കൂടി കഴിയാമെന്ന് മുത്തശ്ശൻ വാക്ക് കൊടുക്കുന്നുണ്ട്. നിനക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി ഒരിക്കലും അഭിയോ ജലജയോ ഇവിടെ വേണ്ട ആവശ്യമില്ല എന്നും അവരില്ല എങ്കിലും നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ സന്തോഷത്തോടു കൂടി ഈ വീട്ടിലെ മരുമകളായിട്ട് തന്നെ കഴിയാമെന്നും ഒക്കെ മുത്തശ്ശൻ നവ്യയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു ആശ്വാസത്തോടു കൂടി സന്തോഷത്തോടു കൂടിയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്.